ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നീശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമീശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശുവേ ആരാധന എല്ലാവരും ചേർന്ന് ആരാധന കർത്താവിനെ വിളിച്ചാരാധിക്കാം. ആരാധന രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായ കർത്താവേ, തിരുവോസ്തു രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അതരം തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം എല്ലാ മക്കളിലും എത്തിച്ചേരട്ടെ. ഈശോയുടെ അതിശക്തമായ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലും വന്ന് നിറയട്ടെ. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കൈകൾ കൂപ്പിക്കൊണ്ട് ആരാധന ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന എല്ലാവരും ഒരുമിച്ച് ആരാധന പൂർണ്ണമായും സമർപ്പിച്ച് ആരാധന തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ആരാധന ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച് ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി തിരുവോസ്തു രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മഹനീയ സാന്നിധ്യം ഇന്ന് നമ്മളെല്ലാവരോടും പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്, ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: സഹനങ്ങൾ കർത്താവിനെ കണ്ടെത്തുന്ന സമയങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ധാരാളം സഹനങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട്. ഒത്തിരിയേറെ സഹനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളൊക്കെ കർത്താവിനെ കാണാനും കർത്താവിൻ്റെ അടുത്ത് വരാനും കർത്താവിനെ അനുഭവിക്കാനുമുള്ള അവസരങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ ഇങ്ങനെ പറയുന്നതെന്നോ? പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്, കർത്താവിനോട് കൂടുതൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു നല്ല ദൈവാനുഭവത്തിലേക്ക് വന്നിട്ടുള്ളതുമൊക്കെ സന്തോഷത്തിൻ്റെ സമയങ്ങളിലല്ല, നമുക്ക് വലിയ വിജയം കിട്ടിയപ്പോഴുമല്ല. നേരെ മറിച്ച് സങ്കടങ്ങളുടെ അവസരങ്ങളിലാണ്, വലിയ വേദനകൾ ഉണ്ടാകുമ്പോഴാണ്, ഏതെങ്കിലും തകർച്ച നേരിടുമ്പോഴൊക്കെയാണ് നമ്മൾ കർത്താവിനെ ഒന്ന് വിളിക്കുന്നത്, നമ്മൾ ഈശോയുടെ അടുത്തോട്ട് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളൊക്കെ കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനപൂർവം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം,
ഇത് എത്രയോ സത്യമാണെന്ന് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, എല്ലാവരും കൂടെ ആ സ്ത്രീയെ ഓടിപ്പിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഓടിപ്പിച്ച് എത്തിച്ചത് ഈശോയുടെ മുന്നിലാണ്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഈ സ്ത്രീയെ ഓടിപ്പിച്ച് കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അവർ മനസ്സിൽ നിരൂപിച്ചിരുന്ന അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതല്ല. നേരെ മറിച്ച് അറിഞ്ഞോ അറിയാതെയോ അവർ ആ സ്ത്രീയെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? ഈശോയുടെ അടുത്താണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അവരുടെ ലക്ഷ്യവും അവരിങ്ങനെ ആ സ്ത്രീയെ ഓടിപ്പിച്ചതും അങ്ങനെ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചതും ഒക്കെ അവർക്ക് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അതെന്തുമാകട്ടെ, അറിഞ്ഞോ അറിയാതെയോ ആ സ്ത്രീയെ ഇവരെല്ലാവരും കൂടെ ഓടിപ്പിച്ച് എത്തിച്ചത് ഈശോയുടെ മുൻപിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, സഹനം തന്നവരെ ഓർത്ത് അതുകൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി പറയണം. പലപ്പോഴും നമ്മുടെയൊക്കെ പക്വതക്കുറവ് കൊണ്ടോ ആത്മീയ ജ്ഞാനക്കുറവ് കൊണ്ടോ വളർച്ച കുറവ് കൊണ്ടോ ഒക്കെ നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്തുകൊണ്ട് നമ്മൾ അവരെ പ്രാകും, നമ്മൾ അവരെ കുറ്റം പറയും. എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്തില്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ തന്നവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത്, നമ്മളെ കരയിപ്പിച്ചവരെ ഓർത്ത്, നമ്മളെ ഏതെങ്കിലും തരത്തിൽ തകർത്തവരെ ഓർത്ത് തീർച്ചയായിട്ടും നമ്മൾ കർത്താവിന് നന്ദി പറയണം. കാരണം എന്താണെന്നോ, അവരൊക്കെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെയും നമ്മളെയും ഈശോയുടെ അടുത്ത് എത്താനായിട്ട് സഹായിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും നമ്മളൊന്നും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കില്ലായിരുന്നു, കർത്താവിനെ അറിയുക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ദ്രോഹിച്ച്, നമ്മളെ വേദനിപ്പിച്ച്, നമ്മളെ തകർക്കാൻ നോക്കിയവർ എന്ന് വിചാരിക്കുന്നവരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിക്കുന്നത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ആ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ ഓടി ഓടി ഈശോയുടെ മുൻപിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓർക്കണം, ആ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ആ സന്ദർഭം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അറിയാം. ഇതാ ഈശോ എങ്ങനെ മുന്നിൽ നിൽക്കുന്നു, ആ സ്ത്രീ ഈശോയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ആ സ്ത്രീയുടെ പുറകിലാകട്ടെ നൂറുകണക്കിന് ആളുകൾ കയ്യിൽ കല്ലുകളുമായിട്ടാണ് നിൽക്കുന്നത് ഈ സ്ത്രീയെ എറിയാനായിട്ട്. എന്നാലൊന്ന് ഓർത്തു നോക്കിയേ, ഒരു കല്ല് പോലും ഈ സ്ത്രീയുടെ മേത്ത് വീണില്ല. എന്താ കാരണം എന്നോ, ആ സ്ത്രീ നിൽക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ്. ആ സ്ത്രീ നിൽക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചോ അതേപടി ശരിയാണ്. 100 പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചുറ്റും വന്നാലും നമ്മൾ നിൽക്കുന്നത് ഈശോയുടെ മുന്നിലാണെങ്കിൽ ഇതൊന്നും നമ്മളെ തൊടില്ല. അപ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ നേർക്കല്ല നോക്കേണ്ടത്, നേരെ മറിച്ച് കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. ആ സ്ത്രീ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം അതാണ്. കല്ലെടുത്ത് എറിയാനായിട്ട് നിൽക്കുന്നവരുടെ മുഖത്തേക്കല്ല നോക്കിയത്, ആ കല്ലുകളേക്കും അല്ല നോക്കിയത്, നേരെ മറിച്ച് ആ സ്ത്രീ നോക്കിയത് ഈശോയുടെ മുഖത്തേക്കാണ്, ഈശോയെയാണ് നോക്കിയത്. നമ്മൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാകട്ടെ, കടബാധിതയോ രോഗങ്ങളോ തകർച്ചകളോ ബുദ്ധിമുട്ടുകളോ തെറ്റിദ്ധാരണകളോ മറ്റുള്ളവരെ പരിഹാസങ്ങളോ എന്തുമാകട്ടെ, ആ പ്രശ്നങ്ങളെ അല്ല നോക്കേണ്ടത്, നേരെ മറിച്ച് കർത്താവിനെയാണ് നോക്കേണ്ടത്. അങ്ങനെ കർത്താവിനെ നോക്കിയാൽ സംഭവിക്കുന്ന എന്നതാണ്, ഒരു കല്ല് പോലും ഈ സ്ത്രീയുടെ മേത്ത് വീണില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഇതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികളും ഒന്നും തന്നെ നമ്മളെ തകർക്കാൻ പര്യാപ്തമല്ല. കാരണം ഞാൻ നോക്കുന്നത് എൻ്റെ കർത്താവിനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
മൂന്നാമതായി നമ്മൾ ഈ വചനത്തിലൂടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും ഇന്ന് മനസ്സിലാക്കുന്നതുമായ കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാവരും കൂടെ സകലരും നമ്മളെ കളിയാക്കുന്ന ഇങ്ങനെ ഓടിപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വല്ലാതെ ഒരു മാനഹാനി തോന്നും, വിഷമം തോന്നും. നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ലാതായി തീർന്നല്ലോ, ഞാൻ ഉരുകിപ്പോയല്ലോ, എൻ്റെ സൽപ്പേരിന് കോട്ടം വന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഓർക്കണം, അവരിലൂടെയാണ് ഞാനും നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ അടുത്ത് എത്തിയത് എന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ എത്തില്ലായിരുന്നു. അതുകൊണ്ട് അവരെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയണം. അവരെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അവരെ ഓർത്ത് ഈശോയ്ക്ക് അനവരതം ആരാധന സമർപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ സ്ത്രീ ഇങ്ങനെ ഈശോയെ നോക്കി നിന്നപ്പോൾ സംഭവിച്ച കാര്യം, ജീവിതത്തിൽ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുരക്ഷിതത്വം ഈ സ്ത്രീക്ക് തോന്നി. എന്നാൽ എന്താ സുരക്ഷിതത്വം ഉള്ളത്? ചുറ്റുവട്ടവും കല്ലെറിയാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളാണ്. മുന്നിൽ ഈശോ എന്ന വ്യക്തിയാണ്. എന്നിട്ടും അന്നോളമില്ലാത്ത ഒരു സുരക്ഷിതത്വം ഈ സ്ത്രീ അനുഭവിച്ചു. അതിൻ്റെ ആത്മീയ മർമ്മം എന്നതാണെന്നോ, ആരൊക്കെ നമുക്ക് എതിര് നിന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ തമ്പുരാനുണ്ട്. അതാണ് അതിൻ്റെ ആത്മീയ മർമ്മം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നമുക്കെതിരെ നിന്നാലും, ലോകം മുഴുവനും നമുക്കെതിരെ നിന്നാലും, നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ തമ്പുരാൻ ഉണ്ടെങ്കിൽ നമ്മൾ സമാധാന ചിത്തരായിത്തീരും. നമ്മൾ ഒരു തരത്തിലും ഒരു കാരണവശാലും അസ്വസ്ഥരാവുകയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. എന്താ അത് അങ്ങനെ സംഭവിക്കുന്നതെന്നോ, ഈശോ എപ്പോഴും വരുന്നതും ഈശോ നോക്കുന്നതും ശക്തിമാന്മാർക്ക് വേണ്ടിയല്ല വരുന്നത്, ശക്തിയുള്ളവർക്ക് വേണ്ടിയല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്, ദുർബലർക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ഇവരെയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരാണോ ഈശോയുടെ അടുത്ത് വരുന്നതും ഈശോയെ നോക്കുന്നതും അവരോരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. അവരെ കർത്താവ് തൻ്റെ കൈകളിൽ കാത്ത് സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ മുൻപിൽ ആയിരുന്നുകൊണ്ട്, ഈശോയുടെ മുൻപിൽ ആയിരുന്നതുകൊണ്ട് മാത്രം ഒരൊറ്റ കല്ലുപോലും ആ സ്ത്രീയുടെ മേത്ത് വീണില്ല. ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും. ചിലപ്പോൾ രോഗത്താൽ വലയുന്നുണ്ടായിരിക്കും, വല്ലാതെ കടബാധ്യതയാൽ വിഷമിക്കുന്നവരായിരിക്കും, ഒത്തിരിയേറെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തപ്പെട്ടും തഴയപ്പെട്ടും തള്ളപ്പെട്ടും ജീവിക്കുന്ന അനുഭവങ്ങളുണ്ടായിരിക്കും, ഉള്ള ജോലി പോലും നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ മഹാമാരിയിലെ കാലഘട്ടത്തിൽ വല്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഏത് സമയത്തും ഏത് സന്ദർഭങ്ങളിലും കർത്താവിനെ നോക്കുന്നവർ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. ഒരു തരത്തിലും അവരാരും തന്നെ തകർന്നു പോകാൻ ഈശോ അനുവദിക്കുകയില്ല. ചില പ്രതിസന്ധികൾ ഇതുപോലെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. പ്രിയപ്പെട്ടവരെ, കുറ്റിയടിച്ച് കെട്ടപ്പെട്ടതുപോലെയല്ലേ അവരെല്ലാവരും ഈശോയുടെ മുന്നിൽ വന്നു നിന്നത്. അവർക്ക് അവരുടെ കൈകളിലുള്ള ഒരു കല്ലുപോലും എറിയാനായിട്ട് സാധിച്ചില്ല. ഇടിവെട്ട് കൊണ്ടതുപോലെ അവരൊക്കെ അവിടെ തന്നെ സ്തബ്ധരായി നിന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ ഈ സ്ത്രീയെപ്പോലെ ഒന്ന് വന്ന് എന്നിട്ട് പറഞ്ഞാൽ, കർത്താവേ, ആരും എന്നെ ഉപദ്രവിച്ചില്ല, ആരും എന്നെ വിധിച്ചില്ല എന്നൊക്കെ ഒന്ന് പറയാൻ സാധിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെയും ഇതുപോലെ കാത്തു സംരക്ഷിക്കും. എങ്ങനെയൊക്കെ, ഏതിൽ നിന്നൊക്കെയാ?
എല്ലാ തരത്തിലുള്ള നമ്മളെ തകർക്കാൻ വരുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് സങ്കടങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്ത് സംരക്ഷിക്കും. അതുകൊണ്ടാണ് ആരംഭത്തിലെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും കർത്താവിനെ അറിയാനുള്ള അവസരങ്ങളാണ്. ആ നല്ല തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് 2 കൈകളും തുറന്നു പിടിക്കാം. മക്കളെ, 2 കൈകളൊന്ന് തുറന്നു പിടിച്ച് എളിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഈ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന്, കർത്താവാണ് എൻ്റെ രക്ഷ, കർത്താവാണ് എൻ്റെ ആശ്രയം, കർത്താവ് മാത്രമാണ് എന്നെ രക്ഷിക്കാനുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, പൂർണ്ണമായും രക്ഷ പ്രാപിച്ചില്ലേ? ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്നെ ഞാനും വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് 2 കൈകളൊന്ന് ഉയർത്താൻ നമുക്ക് 2 കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. ഒരു പ്രതിസന്ധികളും നമ്മളെ തൊടുകയില്ല പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധികളും നമ്മളെ യേശുക പോലുമില്ല. കാരണം നമ്മുടെ മുന്നിൽ ഇതാ കർത്താവ് യേശുമിശിഹ നമുക്ക് രക്ഷ തരാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ കാത്തുപരിപാലിക്കാൻ കർത്താവ് യേശുമിശിഹായുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ നൊമ്പരങ്ങളും ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് ഒരുമിച്ച് കർത്താവിനെ വിളിച്ചാലപിക്കാം. യേശുവേ, എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പാൻ നമുക്ക്. ഈശോ അരുളി ചെയ്തു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. എൻ്റെ പൊന്നുതമ്പുരാനെ, എത്രയോ കുടുംബങ്ങളാണ് കടബാധ്യത മൂലം വല്ലാതെ കഷ്ടപ്പെടുന്നത്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കർത്താവെ, കടബാധ്യത കുമിഞ്ഞു കൂടിയിട്ട് ഒന്നും നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ദുരിത കയത്തിൽ കഴിയുന്ന ഒത്തിരിയേറെ 100 കണക്കിന് കുടുംബങ്ങളാണ് കർത്താവെ ഞങ്ങളുടെ ദേശത്ത് ഈ പരിസരത്തൊക്കെയുള്ളത്. ഈശോയെ, ഒരുപക്ഷെ കടബാധ്യത വന്നുകൂടിയത് രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. 10 പൈസ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കൈവായ്പ വാങ്ങിയും എന്തെങ്കിലുമൊക്കെ പണയം വെച്ചും ഇങ്ങനെ കടം മേടിച്ചിട്ട് അതൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരു കൊച്ചു വീട് പണിയാൻ കടമെടുത്തിട്ട് കർത്താവെ, കടത്തിനു മീതെ കടം വന്ന് പൊറുതിമുട്ടുന്ന ആളുകളുണ്ട്. മക്കളുടെ വിവാഹം നടത്താനായിട്ട് കടം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, അവരുടെയൊക്കെ എല്ലാ സഹനങ്ങളെയും ആ കടബാധ്യതയുടെ വലിയ ഭാരത്തെയും ഈ ആരാധന സമയത്ത് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മക്കളെ, നമുക്ക് 2 കൈകളൊന്ന് ഉയർത്താം. ആ സ്ത്രീയെപ്പോലെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഈശോയുടെ മുഖത്തേക്കല്ലേ നോക്കിയത്, ഈശോയല്ലേ നോക്കിയത്. ആ വലിയ ഭാരവുമായിട്ട് വന്ന് ഇതുപോലെ നമുക്കും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവരും 2 കൈകളും ഉയർത്തിപ്പിടിക്കുക.
രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് എന്തോരം ഉറക്കെ ഈശോയെന്ന് വിളിക്കാൻ പറ്റുമോ അത്രയേറെ ഉറക്കെന്ന് വിളിക്കണം. അത്രയേറെ ഉറക്കെ വിളിച്ചുകൊള്ളുക. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സംരക്ഷിക്കും. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. വിശ്വസിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, എല്ലാവരും രണ്ട് കൈകളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ഈശോയേ ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പാൻ നമുക്ക്. സങ്കീർത്തനം 6-ാം സങ്കീർത്തനം 6-ാം വചനം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എൻ്റെ തലേണ കുതിർന്നു, കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. എൻ്റെ പൊന്നുതമ്പുരാനെ, വിവിധങ്ങളായ രോഗങ്ങളാൽ വേദനിച്ച് വേദനിച്ച് കരഞ്ഞ് ജീവിക്കുന്ന ഓരോരുത്തരെയും സഹനങ്ങളെ ഈ നിമിഷം ഒരു കാഴ്ചയായി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ, COVID-19 എന്ന മഹാമാരി മൂലം ദുരിത കയത്തിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഉള്ളത്. അവരുടെയൊക്കെ സഹനങ്ങൾ കർത്താവെ പറയാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളതാണ്. ഈശോയെ, ഓരോ വീടുകളിലും സഹനപുത്രന്മാരും സഹനപുത്രിമാരുമാണുള്ളത്. സഹനത്തിൻ്റെ പർവ്വങ്ങൾ, സഹനത്തിൻ്റെ കായലുകൾ നീന്തിക്കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഈശോയെ വിഷമിക്കുന്നു. ശരീരം ആസകലം വേദനിക്കുന്നവര്, ശ്വാസം വിടാൻ പോലും പറ്റാത്തവര്, കർത്താവെ, ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ വേദന അനുഭവിക്കുന്നവര്, ശരീരത്തിൻ്റെ ഓരോ അംശത്തിലും എന്തെന്നില്ലാത്ത വിധത്തിൽ വേദന മൂലം വിഷമിക്കുന്നവര്, എല്ലാ സഹനങ്ങളെയും കർത്താവെ, എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് രണ്ട് കൈകളും ഉയർത്താം. എല്ലാ മക്കൾക്കും വേണ്ടി, സഹിച്ച് സഹിച്ച് ജീവിക്കുന്ന സകലർക്കും വേണ്ടി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. സ്വരം ഉയർത്തി വിളിക്കുക. നമ്മുടെ ഉള്ളിലെ എല്ലാ സഹനങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. മുട്ടുകൾ കുത്തിക്കൊണ്ട് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. രണ്ട് കൈകളും തുറന്നു പിടിച്ച് എളിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. ഏത് സഹനങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോ ആശീർവദിച്ചാൽ നമ്മൾ ആശീർവദിക്കപ്പെടും. ഈശോ തൊട്ടാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. കർത്താവിൻ്റെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാൻ എല്ലാ മക്കളും
രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ